ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇഫ്താറിന് മാത്രമല്ല ഈദിനും വേനൽക്കാലത്തും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഒരു ഗ്ലാസ് കുടിച്ചാൽ വിശപ്പും ദാഹവും ഒക്കെ മാറും. നല്ല എളുപ്പമാണ്, അധികം ചേരുവകളും വേണ്ട. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചവ്വരി വെള്ളത്തിൽ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മണിക്കൂർ നമ്മൾ കുതിർത്തി എടുത്താൽ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. കുതിർത്തി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഇനി കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. വെള്ളം ചൂടാവാതെ ചവ്വരി ഇട്ടാൽ ചിലപ്പോൾ കലങ്ങിപ്പോവും. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ചവ്വരി ട്രാൻസ്പെറൻ്റ് ആയി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് വെള്ളം തോർത്തിയെടുക്കാം. വെള്ളം പോയതിന് ശേഷം 2-3 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ചവ്വരി ഒട്ടിപ്പിടിക്കുന്നത് അങ്ങ് മാറിക്കിട്ടും. ഇനി ഞാനിവിടെ 2 കപ്പ് തണ്ണിമത്തൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ മാറ്റിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചവ്വരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നല്ല മധുരമുള്ള തണ്ണിമത്തനൊക്കെ ആണെങ്കിൽ അധികം പഞ്ചസാര വേണ്ടി വരില്ല. ഇനി ഒന്ന് തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അത് ഉടച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 കപ്പ് നല്ല തണുത്ത പാല് കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കാത്ത പാലാണ് ചേർത്തത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, തണ്ണിമത്തന് നല്ല തണുപ്പാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, കുറച്ച് ഐസ് ക്യൂബ്സ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ തണ്ണിമത്തൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈദിനും ഇഫ്താറിനും മാത്രമല്ല കേട്ടോ, ഗസ്റ്റ് വീട്ടിൽ വരുമ്പോഴും പിന്നെ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കുടിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.